അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സമ്മർ റിലീസസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇത് സമ്മർ റിലീസസ് പാർട്ട് 1 ആണ്. ഏപ്രിൽ മാസത്തെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഓക്കെ, അതെ, ഏപ്രിൽ മാസം പറയുന്നതിന് മുമ്പ് മാർച്ച് ലാസ്റ്റ് 2 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എമ്പുരാനും ഒന്ന് വീരാതിവാസും. 2 സിനിമയുടെയും കാര്യം പറയേണ്ട ആവശ്യമില്ല. കളക്ഷൻ വൈസും സിനിമകളുടെ അഭിപ്രായം വൈസും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഈ 2 സിനിമയാണ് നമ്മുടെ ഈ ഏരിയയിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിനു മുമ്പ് നമ്മുടെ ഏപ്രിൽ 4 നമ്മുടെ ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാണ്ടായിരുന്നു. ദിലീഷ് നായരുടെ പടം. ഒരു 3D ഫിലിം ആയിരുന്നു അത്. ഒരു ഈച്ച ഒരു ലവ് സ്റ്റോറി ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പൊ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. 4 റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു. അത് ദിലീഷ് നായരാണ് ഡയറക്ട് ചെയ്യുന്നത്. ദിലീഷ് നായർ എന്ന് പറഞ്ഞാൽ അറിയാം, പണ്ട് സ്ക്രിപ്റ്റ് എഴുതലും മൂപ്പര് സാൾട്ട് ആൻഡ് പെപ്പർ 2020 ഒക്കെ ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, അഭിലാഷ് കുമാർ കൂടിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പല സിനിമകളും അഭിനയിച്ചു, 5ാം പാതിര ഉൾപ്പെടെ. 5ാം പാതിരയില് കൊക്കൈൻ ഷമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മൂപ്പരാണ്. അപ്പോ ആള് സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കരമാണ്. അപ്പോ പിന്നെ ഇപ്പൊ ആഷിഖ് കപൂറിന്റെ അല്ലെങ്കിൽ ശ്യാം പുഷ്കറിന്റെ ഒപ്പം വർക്ക് ചെയ്ത് നല്ല ഇതുള്ളതാണ്. അപ്പൊ അയാളെ ഡയറക്ട് ചെയ്യണ പടമാണ്. ആഷിഖ് കപൂർ തന്നെയാണ് ഇതിന്റെ ചെയ്തിട്ടുള്ളത്. സിനിമ 3D ഫിലിം ആണല്ലോ. അപ്പോ നമ്മുടെ നാട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ തിയേറ്ററിലും മെയിൻ സ്ക്രീനാണല്ലോ 3D ഫിലിംസ് കളിക്കുക. അപ്പോൾ അതിനുള്ളൊരു സ്ലോട്ട് ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഇപ്പൊ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്നൊക്കെയാണ് മാറ്റിയത് കൺഫേം ആയിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് വരാനുള്ളത് വിഷു റിലീസസ് ആണ്. ഏപ്രിൽ 10 4 പടങ്ങൾ കളിക്കുകയാണ്. മലയാളത്തില് 3 1. അപ്പൊ ഏതാ? ബസൂഖ തന്നെ ആദ്യം പറയാം. കുറച്ച് നാളായിട്ട് ഫാൻസിനെ ആഘോഷമാക്കാവുന്ന തരത്തില് മമ്മൂക്കിയുടെ ഒരു പടം വരാൻ പോവാണ്. അപ്പൊ ലിനോ ഡെന്നീസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യണത്. കഥ പറയാൻ ചെന്ന ആൾ തന്നെ സംവിധാനം മാറുന്ന ഒരു സംഗതി കൂടെ ഉണ്ടായിരിക്കും. പണ്ടത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ മമ്മൂട്ടിയുടെ തന്നെ പല വിജയ സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള കലൂർ ഡെന്നീസിന്റെ മകനാണ് ഈ ലിനോ ഡെന്നീസ് എന്ന് പറഞ്ഞത്. കലൂർ ഡെന്നീസ്, PG വിശ്വംഭരൻ, മമ്മൂട്ടി കോംപോയിൽ വന്നിട്ടുള്ള പല ഹിറ്റ് പടങ്ങള്, അതേമാതിരി മിമിക്സ് പരേഡ് പോലുള്ള സിനിമക്കൊക്കെ കലൂർ ഡെന്നീസ് ആണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് മൂപ്പര് വാരികളിൽ പോലും മൂപ്പര് എഴുതിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഒരുപാട് വിജയ ചിത്രങ്ങളുടെ ശില്പിയായിട്ടുള്ള മൂപ്പര് മകനാവുമ്പോൾ അപ്പൊ അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് വേറെ തരത്തിലുള്ള സിനിമയാണെന്ന് മനസ്സിലാവുന്നത്. ഗൗതം മേനോനാണ് പിന്നെ മമ്മൂട്ടി ടെക്നിക്കലി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഫിലിം ആണെന്നുള്ളത് നമുക്ക് എവിടെയും തോന്നുന്നില്ല. നന്നായി ചെയ്തു. അതെ, ആ ഫിലിം കുറെ കാലമായി നമ്മൾ കാത്തിരുന്നു. ഫെബ്രുവരിയിൽ റിലീസ് ഡേറ്റ് കൺഫേം ആവാത്ത ഒരു ഇതിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷൂട്ടും അതെ. കാരണം ഈ സിനിമയുടെ സമയത്താണ് നമ്മുടെ ഡൊമിനിക്കിന്റെ കഥ JV പറയുന്നത്. അപ്പൊ അത്രയും ലാഗ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പൊ നമ്മുടെ ഏപ്രിൽ 10 റിലീസ് ആകുമ്പോഴാണ് മെയിൻ റിലീസാണ് ഏപ്രിൽ 10. പിന്നെ എന്താ മലയാളത്തിൽ നിന്ന്? പിന്നെ അടുത്ത് വരുന്നത് മരണമാസമാണ്. മരണമാസം എന്ന് പറയുമ്പോ ഒരാളുടെ മാത്രം ഫോട്ടോ മതി ആ സിനിമയ്ക്ക് കയറാനായിട്ട്, ബേസിൽ ജോസഫ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് എല്ലാവർക്കും സിനിമ കാണാനുള്ള എക്സ്പെക്ടേഷൻ കുറച്ചും കൂടി കൂടി. ഇപ്പൊ വരുന്ന റീസെന്റ് പോസ്റ്റേഴ്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ടീമിന്റെ പോസ്റ്റർ തന്നെ വളരെ എന്താ പറയാ ഫണ്ണായിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ, ബേസിൽ ജോസഫ്, രാജേഷ് മാധവ്, പിന്നെ ഇത് ഹീറോ സിജു. കാര്യം എടുത്ത് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് അതിന്റെ റൈറ്റർ. അതില് ആളുടെ മുന്നേ രോമാഞ്ചം സമയത്ത് വന്ന ഇന്റർവ്യൂസിലൊക്കെ ആള് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആള് ഈ സിനിമ എഴുതുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കാര്യം. കാരണം ആള് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാം. നമ്മള് വെട്ടിയാരെ കൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയാം. നമുക്ക് പുള്ളിയുടെ ഒരു സിനിമ വിജയിക്കാന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം. പിന്നെ വന്ന സിനിമകൾ നമുക്ക് അറിയാം. വാഴയാവട്ടെ, ഗുരുവായൂരമ്പൽ നടയിലാവട്ടെ, നല്ല രസകരമായിട്ടുള്ള നായകനായിട്ട് നായകന് തുല്യമായിട്ടുള്ള കഥാപാത്രം. വാഴയിലത്തെ റോളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഹീറോ അത് തന്നെ. 3 ആൾക്കാരിലും ആ പോർഷൻ തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അതായത് അസീസും പുള്ളിയും വരുന്ന സംഗതി. പിന്നെ അതാ റിലീസ്. പിന്നെ അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവറേട്ടന്റെ പടം. അതെ, അത് അങ്ങനെ തന്നെ എടുത്ത് പറയാം. ഡ്രൈവറേട്ടന്റെ പടം ആലപ്പുഴ ജിംഖാന ഒരു പക്ക സ്പോർട്സ് ആക്ഷൻ കോമഡി ഫിലിം ആണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പടത്തിന്റെ സീരിയസ് ആയിട്ടുള്ള പോർഷൻ ഒന്നും ട്രെയിലറിൽ കൊടുത്തിട്ടില്ല. ട്രെയിലറിൽ ഒരു പക്ക പിള്ളേരെ പടം എന്നുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഖാലിദ് റഹ്മാൻ തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ സിനിമയുടെ ഇതിപ്പോ ഒരു സ്പോർട്സ് ഫിലിം ആണെന്ന് പറയുമ്പോൾ ആ സിനിമയത്ത് അത്ര ഫൈറ്റ് സിനിമയിൽ ഉണ്ടാവും. അതേമാതിരി ഫൺ റൈഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഫൈറ്റുള്ള ഇതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും.
മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞു കുറച്ച് എന്താ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാർ സ്പോർട്സ് വഴി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിംഗ് പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ ആദ്യം അവര് തട്ടിമുട്ടി പോയി പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിക്ക് എത്തുകയും ചെയ്യാന്ന് പറയുന്നത്. അപ്പോ സിനിമയുടെ കാസ്റ്റിംഗ് നല്ല രസമാണ്. ഗണപതി നമുക്ക് വളരെ എല്ലാവരും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ ലുക്മാന്റെ മേക്ക് ഓവർ, അതായത് ഇവരെ എല്ലാവരും ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഇവരെ എക്സസൈസ് കാര്യങ്ങളൊക്കെ വീഡിയോ, പിന്നെ ഓരോ സ്റ്റിൽസും അതിലെല്ലാവരെയും കാര്യങ്ങൾ തന്നെ. അതില് ലുക്മാൻ ഇവരെ കോച്ചായിട്ട് അഭിനയിക്കുന്ന സിനിമ. റീസെന്റ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരുടെ എന്ന് പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. ആന്റണി ദാസും പാടി വേറൊരു സോങ് കൂടി വന്നിട്ടുണ്ട്. ആ സോങ്ങും രസമായിരുന്നു. അതില് ആ ഹീറോയിന്റെ മൂവ്മെന്റ്സ് നമ്മളെ സാർപ്പാട്ടയത്തെ ഡാൻസിങ് റോസിന്റെ ഇൻസ്പയർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു. അത് ശരിക്കും മുഹമ്മദ് അലിയുടെ ഒരു ഡാൻസിങ് മൂവ്മെന്റ്സ് ആയിട്ടുള്ള ബോക്സിംഗിന്റെ സംഗതിയാണ് അത്. ആ രണ്ട് പാട്ടും ആ ട്രെയിലറും പടത്തിന് നല്ല ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി റിലീസ് ആവുള്ളത് ഒരു തമിഴ് പടമാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സിനിമയുടെ ട്രെയിലർ ഇപ്പൊ വന്ന ആഘോഷമായിട്ട് എല്ലാവർക്കും ആ സിനിമയുടെ പ്രതീക്ഷ ഒന്നും കൂടി ഉയർത്തി. അതായത് AK അജിത് കുമാറിന്റെ സിനിമ, അത് ആദിക് രവിചന്ദ്രൻ, മാർക്ക് ആന്റണി പോലൊരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. സിനിമയുടെ ട്രെയിലറിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. സിനിമയിൽ അർജുൻ ദാസ് മുതൽ തൃഷ, അതിലെ കാസ്റ്റിംഗ് ഭയങ്കരമാണ്. അതേമാതിരി തന്നെ എടുത്തു വരേണ്ടതാണ് റെഫറൻസസ്, പല അജിത് സിനിമയുടെ റെഫറൻസസ്. ഡയലോഗ് മുതല് ലാസ്റ്റ് പറയുന്ന ദീനത്തെ ഡയലോഗ് ഉൾപ്പെടെ, മങ്കാത്തത്തെ ഡയലോഗ് ഉൾപ്പെടെ. അപ്പോ ആ സിനിമ ഇതിലിപ്പോ നമ്മളെ എംപുരാനത്തെ കാർത്തികേയ സിനിമയില് അജിത്തിന്റെ മകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോ ആ സിനിമ തമിഴിൽ നിന്നുള്ള നമ്മുടെ മലയാളത്തിന് പ്രിയവാര്യരും ഷൈൻ ടോൺ ചാക്കോ ഉൾപ്പെടെ അഭിനയിക്കുന്നുണ്ട്. അതിൽ പ്രിയവാര്യര് നമ്മൾ അർജുന്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. അതൊരു ജോക്കർ ടൈപ്പ് വില്ലനായിരിക്കും കേൾക്കുന്നത്. നമുക്ക് അതിന്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവന് തോന്നുന്നുണ്ട്. പിന്നെ മാർക്ക് ആന്റണി ആണോട് നമുക്കറിയാം ഇത് ഏത് ടൈപ്പ് ഒരു വൈബ് പടമായിരിക്കും നമുക്കറിയാം. വളരെ രസകരമായിട്ടുണ്ട് ജീവപ്രകാശ്. അതെ അതെ, ആ പടത്തിന് വേണ്ട മ്യൂസിക് ജീവപ്രകാശ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ ആരാധകർക്ക് കാണേണ്ട അജിത്തിനെ. ഇതിപ്പോ വിടാമുയർച്ചയ്ക്ക് സംഭവിച്ച അങ്ങനെയാണ്. വിടാമുയർച്ച സത്യം പറഞ്ഞാൽ നമ്മളെ ബ്രേക്ക് ഗ്രൗണ്ട് ഡയറക്ടർ റീമേക്ക് ആണ്. അതില് നോർമലി കാണിക്കുന്ന പോലെ അല്ല അജിത്തിനെ കാണിച്ചിരിക്കുന്നതെന്ന് ആയിരുന്നു എല്ലാവരും ഒരു ഇത്. ആ സിനിമ വേറൊരു തരത്തിലുള്ള സിനിമയാണ്. ആ സിനിമയില് നല്ല ഒരുപാട് സംഗതികളുണ്ട്. അപ്പോ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന അജിത്തിനെയാണ് നമുക്ക് ജീവിതം കാണാൻ പറ്റും. പിന്നെ ഏപ്രിൽ 10 ഉള്ള പടം ജാറ്റാണ്. ജാട്ടിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി, ജാട്ടും മൈത്രി മൂവി മേക്കേഴ്സിന്റെ പടമാണ്. ഒറ്റ സെയിം പ്രൊഡക്ഷൻസിന്റെ പടമാണ്. എന്താ സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ? ജാട്ടിന്റെ ഡയറക്ടറാണ് ഒരാള്. ജാട്ട് ഒരു ഹിന്ദി പടമാണ്, പക്ഷെ അതിന്റെ ഡയറക്ടർ ഗോപിചന്ദ് മലിൻ തന്നെയാണ്, തെലുങ്ക് ഡയറക്ടർ. അതിന്റെ തൊട്ടു മുമ്പത്തെ പടം വീരസിംഹ റെഡ്ഡിയാണ്. അതിനുശേഷം അദ്ദേഹം തളപതി വിജയ്ക്ക് ഒരു കഥ പറയാൻ പോകും. അദ്ദേഹത്തിനെ കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ആ കഥയാണ് ജാട്ട് സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ. സണ്ണി ഡിയോളാണ് ഹീറോയുടെ അഭിനയം. സണ്ണി ഡിയോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോബി ഡിയോളിന്റെ ഏട്ടനാണ്. മുമ്പരപ്പോ ഗദ്ദർ 2 എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ലാസ്റ്റ് വന്നത്, ഭയങ്കര ഹിറ്റ് ആയിട്ട് പോയത്. അത് ഗദ്ദർ 1 നമ്മളെ ഇൻഫ്ലേഷൻ വഴിയൊക്കെ നോക്കുമ്പോ ഹം ആപ്കെ ഹൈക്കോന്റെ അത്ര തന്നെ പറയാവുന്ന, അതായത് ഹിന്ദി സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ് ഗദ്ദർ സിനിമ. അപ്പൊ അതിന്റെ 2ാം ഭാഗം വന്നപ്പോഴും അതേപോലത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടായി. കാരണം അതില് അത് പറയുന്ന വിഷയം അങ്ങനത്തെയാണ്. അതായതുകൊണ്ട് അപ്പൊ സണ്ണി ഡിയോള് അഭിനയിക്കുന്ന സിനിമയിൽ രൺദീപ് ഹൂഡയാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അതിന്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ക കമേഴ്ഷ്യൽ ഫിലിമായിട്ട്. ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് സണ്ണി ഡിയോൾ. അപ്പൊ അതും ആണ് ഇപ്പൊ നീ ഇറങ്ങാൻ പോകുന്നത്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷു റിലീസ്. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ റിലീസ് വന്നത് ഏപ്രിൽ 17 നമ്മുടെ ആഭ്യന്തര കുറ്റവാളി പറഞ്ഞ സിനിമ ആസിഫ് അലിയുടെ. ആ സിനിമ ഏപ്രിൽ 4 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എംപുരാന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ആ സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ഏപ്രിൽ 17 സിനിമ റിലീസ് ആവുന്നത്. ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ഫണ്ണായിട്ട്. നമുക്ക് ജഗദീഷിനെ ടീസറിൽ കാണാൻ പറ്റി. സേതുനാഥ് പത്മകുമാർ എന്ന ഡയറക്ടറുടെ പേര്. പുള്ളി നമ്മുടെ എബ്രിഷൈന്റെയും നമ്മുടെ ജോഫിൻ ടി ചാക്കോന്റെ KD ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പൊ പുള്ളി 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതും പറയാം. അത് ചില സിനിമകളില് ഗസ്റ്റ് റോളൊക്കെ ആള് ചെയ്തിട്ടുണ്ട്. ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് പോലുള്ള സിനിമകളില്, പിന്നെ 2-3 സിനിമകൾ ചെറിയ ചെറിയ വേഷം ആള് ചെയ്തിട്ടുണ്ട് എന്ന് കാണും. ഈ സിനിമയിൽ ജഗദീഷിന്റെ ഇന്റർവ്യൂ വരാനാണ് എല്ലാവരും എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ കൂടുതൽ. പിന്നെ ആസിഫ് അലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൂടെ കടന്നു പോകുന്നത്. ലാസ്റ്റ് റിലീസായ തലവനാണെങ്കിലും
രേഖാചിത്രം ഈ വർഷത്തെ വലിയ വിജയങ്ങൾ വന്നായിരുന്നു. പിന്നെ ക്രിട്ടിക്കലി ലെവൽ ക്രോസ് എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിഷ്കിന്ധാകാന്ഡം പറയാൻ പറഞ്ഞു, കിഷ്കിന്ധാകാന്ഡം. അപ്പൊ കറക്റ്റ് ലൈനോടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പടം ഒരു വലിയൊരു വിജയമായിരിക്കട്ടെ. പിന്നെ ഏപ്രിൽ 25 റിലീസ് വരും നമ്മുടെ ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഫിലിം 25 റിലീസ്. അവർ ഏപ്രിൽ അതെ മാജിക് ഫ്രെയിംസിന്റെ ഫിലിം, ദിലീപിന്റെ 150ാമത്തെ സിനിമ. അത് നമ്മുടെ ലിസ്റ്റൻ സ്റ്റീഫന്റെ ബ്രദർ ഡയറക്ട് ചെയ്യുന്നത് ജിൻഡോ സ്റ്റീഫൻ. അതെ അതെ. ആ സിനിമയിൽ നിന്ന് ഒരു സോങ്ങും അതുപോലെ തന്നെ അതെ ഒരു സോൾ ഓഫ് പ്രിൻസ് പറഞ്ഞിട്ട് ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അത്. ടീച്ചർ നല്ല രസം. അതെ അതെ അതെ. അല്ല സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഒരു കോമഡി ഫിലിം, കോമഡി ഡ്രാമ, ഇമോഷണൽ ആയിട്ടുള്ള ഡ്രാമ കൂടി. അത് ആ ടീച്ചറിന്റെ ലാസ്റ്റ് വരുമ്പോ നമുക്ക് മനസ്സിലാവും. ആ സിനിമ ഏപ്രിൽ 25 റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ റിലീസ് ആവോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു പക്ഷേ അടുത്ത ആഴ്ച ടീസറോ ട്രെയിലറോ ഒക്കെ വരെ നമുക്ക് ഉറപ്പിക്കാം ഏപ്രിൽ 25 റിലീസ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏപ്രിൽ 25 വേറൊരു ഫിലിം റിലീസ് എന്ന് കേട്ടത് നമ്മളെ ഷറഫുദ്ദീൻ നായക എന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഫിലിം. നമ്മുടെ ഹനുമമ്മയ്ക്ക് ശേഷം ഷറഫുദ്ദീൻ നായകനായിട്ട് വരുന്ന ഫിലിമാണ്. പ്രണീഷ് വിജയൻ ഡയറക്ടർ. ഈ പ്രണീഷ് വിജയൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഹാപ്പി വെഡിങ്ങിന്റെ ഡയലോഗ്സ്. അത് മാത്രം മതി. ഒമർ ലുലുവിന്റെ കരിയറിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ ഹാപ്പി വെഡിങ്ങിന്റെ ഡയലോഗ്സ്. നമുക്ക് ആ കാലഘട്ടത്തിൽ അതില് ഷറഫുദ്ദീൻ പറഞ്ഞ ഡയലോഗ്സ് തന്നെ നമുക്ക് ഭയങ്കര KSRTC ബസ്സിലുള്ള ഒരു മോഷൻ സപ്രീം ഫാൻ ബേസ്. ആ തുടങ്ങുന്ന സൈജു കുറുപ്പ് മുതൽ തുടങ്ങുന്ന സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ്, നമ്മുടെ ഷറഫുദ്ദീൻ, സൗബിൻ, പിന്നെ നമ്മുടെ നിയാസ് ബക്കർ. നിയാസ് ബക്കർ ആണല്ലോ അതില് ഷെഫായിട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അത് മിക്കവാറും അങ്ങനെ ആൾക്ക് ലോങ് ടൈം ആയിട്ട് പരിചയമുള്ള ആളായിരിക്കും. അതെ അതെ. പിന്നെ പടം കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഒരു പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ അനുപമ പരമേശ്വരനാണ് നായികയായിട്ട് വരുന്നത്. ഒരു ടീസറോ ട്രെയിലറോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.